വരുമോ യാഗമീശ്വരാ, തരുമോ ദീക്ഷതൻ സൗഭാഗ്യം, ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമീശ്വരാ, തരുമോ ദീക്ഷതൻ സൗഭാഗ്യം, അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. കാൽവരിയിൽ നീ അണച്ചു നിത്യമാമൊരു യാഗം, ഈ ബലിയിൽ നീ തരുന്നു ദീക്ഷതൻ സൗഭാഗ്യം. കാൽവരിയിൽ നീ അണച്ചു നിത്യമാമൊരു യാഗം, ഈ ബലിയിൽ നീ തരുന്നു ദീക്ഷതൻ സൗഭാഗ്യം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ സ്നേഹിതരുടെ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ഒന്നാമത്തെ വായന യാക്കോബും ദൈവവുമായി മൽപ്പെടുത്തുന്നത്. വിശുദ്ധഗ്രന്ഥ പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ മൽപ്പെടുത്തമാണെന്നുള്ള മാനസികമായ ഒരു സംഘർഷമാണെന്ന് ചിത്രീകരിക്കുന്നുണ്ട്. യാക്കോബ് ധാരാളം പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. ഇപ്പോഴും അല്ലെങ്കിൽ വായനകൾ പുതിയൊരു മേഖലയിലേക്ക് കടക്കുമ്പോൾ ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി അത് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമാക്കി മുന്നോട്ട് പോകുവാനായിട്ട് യാക്കോബ് പരിശ്രമിക്കുന്നത്. സുരക്ഷിതത്തില യേശു രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം സംരക്ഷിക്കുന്നതാണ് വായനകൾ നൽകുന്ന സന്ദേശം. തിരുസഭ മാതാവ് മരിയപുരത്തിയുടെ പെരുന്നാൾ ദിനം ആഘോഷിക്കുകയാണ്. സ്കൂളിൽ പോയിട്ടില്ല മരിയപുരത്തി, എഴുതുവാനും വായിക്കുവാനും അറിയില്ലായിരുന്നു മരിയപുരത്തിക്ക്. തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി, പ്രത്യേകിച്ചും കുഞ്ഞുനാളുകൾ തന്നെ വർദ്ധിക്കപ്പെട്ടു. തന്നെ വധിച്ച താരതകളോട് പോലും ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് കടന്നുകൊണ്ടാണ് മരിയപുരത്തി. മരിയപുരത്തിയിലെ വിശുദ്ധീകരണ പ്രഖ്യാപനം സെന്റ് പീറ്റേഴ്സ്ബർഗ് നടന്നപ്പോൾ ഏകദേശം 2.5 ലക്ഷത്തിൽ പങ്കെടുത്തിരുന്നു എന്നതാണ്. മാത്രമല്ല ഏറ്റവും പ്രത്യേകതയായിട്ട് മരിയപുരത്തിയെ വധിച്ച ആ ഗായകൻ അവിടെ വിട്ടുകൂറ്റി മുഴുവൻ സമയവും പ്രാർത്ഥിച്ചു എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. തൻ്റെ ജീവിതം രക്തസാക്ഷിത്വം മുഴുവൻ വേണ്ടിയില്ല എങ്കിൽ പോലും വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുന്നതാണ് മരിയപുരത്തിയുടെ കുമ്പസാരക്കാരനൊക്കെ പറയുന്നത്. ജീവിതം കൊണ്ട് കുറച്ചു നാളത്തെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് മാത്രം വേണ്ടി ജീവിച്ച പുണ്യവതിയാണ് മരിയപുരത്തി. അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു പോകാൻ വേണ്ടി മനസ്സ് നമുക്കും നൽകണമേ എന്ന് സർവശക്തിയോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വിശ്വാസത്തോടെയായിട്ടുള്ളതാണ് ആ ഒരു ദൈവിക ചൈതന്യം നമുക്ക് നൽകണമേ എന്ന് സർവശക്തിയോട് പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കാം. ഇന്നത്തെ ബലിയിൽ ബാലകൃഷ്ണൻ, ദേവതി, ശാന്തി, സിസിലി, സൈമൺ, ശുദ്ധീകരണ സ്ഥലത്തിലാക്കുന്നവർ ഇവർക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്തവരെല്ലാം ദൈവരാജ്യത്തെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളൊന്നുമില്ലെങ്കിൽ കഥാപരമായ കർത്താവിനെ കൊടുത്തി അവരെ സ്വരാജ്യത്തെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പ്രവേശിച്ച് നമുക്ക് ഈ ബലിക്കാനായിട്ട് സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങൾ ഞാൻ പറയും. എന്തെന്നാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാണ് ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ അറിയാതെ തിരുമിയാ പരിശുദ്ധം പറയുമ്പോൾ
എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനുമായ മധ്യയുടെ ജീവൻ വിശുദ്ധരുടെ ആനന്ദവുമാണ്. അങ്ങേ ദാസനായ ബാലകൃഷ്ണൻ, ദേവകി, ശാന്തി, ശ്രീ സൈമൺ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി അറിയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. നശ്വരബന്ധനങ്ങളിൽ നാം മോചിപ്പിക്കപ്പെട്ടു അനശ്വരമഹിമയെ അങ്ങേ രാജ്യം പ്രാപിക്കുന്നതാണ്. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ താവുമായ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. 30 പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരകന്മാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴയ്ക്കക്കരെ കടത്തിവിട്ടു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്നും തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്ക് നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് യാക്കോബിൻ്റെ അരക്കെട്ട് തട്ടിയത് കൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും പഠിക്കാറില്ല. കർത്താവിൻ്റെ വചനം. കർത്താവെ, നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. കർത്താവെ, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നിഷ്കളമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. കർത്താവെ, നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. അവിടെ നിന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. കർത്താവെ, നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരണം. അങ്ങ് ചെവിച്ചയച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. തൻ്റെ വലതു കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിക്കണമേ. കർത്താവെ, നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും.
കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. കർത്താവെ, നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നല്ല ഇടയനാണ്. ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് പിശാചുബാധിതനായ ഒരുവനെ ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടില്ല. എന്നാൽ ഫരീസ്യർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചികിത്സിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരുടെ ഇല്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായമായി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരെ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സുവിശേഷം. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവേ, അങ്ങേ ദാസ ബാലകൃഷ്ണൻ ദേവകി ശാന്തി സിസിലി സൈമൺ എന്നിവർക്കും ക്രിസ്തുവിനെ പ്രാപിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ആശയങ്ങൾക്ക് അനുകൂടെ സ്വീകരിക്കണം. നിസ്തുലമായി ഇവരുടെ മരണബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി നിത്യജീവനം അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്കിലും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാണ്. മാലാഖമാർ അങ്ങേ തിരുസന്നിധിയിൽ ധ്യാനത്തിൽ ആറാടി അങ്ങേ ആരാധിക്കും. അവിടെ ഗാനത്തോടെ ഞങ്ങൾ എളിയ സ്വരവും ചേരുവാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമന്യേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകും. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായിരുന്നെങ്കിൽ അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ നിങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് വെച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്തു അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും.
വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സദാനവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലിതൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരങ്ങളാൽ പരിപുഷ്ടരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ദയാകട്ടെ. വിശിഷ്യാദയ മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണത്തുകയായ മരിയയോടും ഞങ്ങളുടെ മധ്യസ്ഥായ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും തന്നെ സന്നിധിയിലൂടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദികഗണത്തോടുമൊത്ത് അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രവർത്തിക്കുവാൻ തന്നെ അങ്ങേ തിരുമനിക്കുവാൻ അതിനുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകളിൽ ദയാപൂർവം കേട്ടറിയണം. കന്യവനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കും. ഞങ്ങളുടെ വിധയുടെ സഹോദരനെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വമായി സംതൃപ്തരാക്കപ്പെടുന്ന ഞങ്ങൾ പ്രത്യാശിക്കും. എന്നാൽ ഞങ്ങളുടെ താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ പേരിൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽക്ക് സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധനവും ദിവ്യോപദേശത്താൽ നിർഭയം നമുക്ക് എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം പരിപാലനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചെപ്പോഴും പാപത്തുമതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം കണ്ടാൽ അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകുവാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടറിയണമേ.
കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ പാപങ്ങൾ നീക്കുന്നത് ദിവ്യകുഞ്ഞാടുകളാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. Amen.
സർവശക്തനായ ദൈവമേ, ദൈവിക രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവരഹസ്യങ്ങൾ രക്ഷയിലേക്ക് നയിക്കുകയും അവയെ കാരണത്തിനായി ഞങ്ങളെ യാചിക്കുന്ന വിരാസത ആത്മാക്കൾക്ക് പാപമോചനത്തിന് ഉപകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൾ ഞങ്ങളിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവബലി സമാപിച്ചു പോകുക. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.